യേശുനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് പ്രകാരം ദൈവവചനത്തിൽ അല്പകാരം സംസാരിപ്പാൻ സർവശക്തനായ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. First of all, I'm just giving thanks to the Lord for this beautiful time He has given to us. And let us go to the scripture to learn today some of the special message for every one of you. ഇന്ന് നമുക്കൊന്ന് ആഴമായി ദൈവവചനത്തിൽ നമ്മൾ ചിന്തിക്കാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. So what we are going to learn about today is the work of the Spirit of God in our life when we release our faith. About that we are going to learn today. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ, നമ്മിൽ വിശ്വാസം പ്രവർത്തിപ്പാനിടയാക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, so you must understand that. So why we are learning these things means why we are learning these things, because we are learning about, especially we know about the move of the Spirit of God as when He wills. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് തനിക്കിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുന്ന നിമിഷങ്ങളുണ്ട്, അല്ലേ? That time the Spirit of God will work in our midst as He wills, right? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇഷ്ടമുള്ളതുപോലെ ദൈവാത്മാവ് പ്രവർത്തിക്കുന്ന സമയമുണ്ട്. So but when we develop a faith atmosphere in our life with God's word, then in that time, when you release your faith, that time you can experience the work of the Spirit of God in your life too. Hallelujah. നമ്മിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ കൃപ, അല്ലെങ്കിൽ നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ നാം വിശ്വസിക്കുന്ന സമയത്ത്, ദൈവവചനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ വിശ്വാസം വരുന്നതിനനുസരിച്ച് ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന അന്തരീക്ഷമുണ്ടെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഓക്കെ, സോ അബൌട്ട് ദാറ്റ് വി ആർ ഗോയിങ് ടു ലേൺ ടുഡേ ഇൻ എ ഡീപ് വേ ത്രൂ ദ സ്ക്രിപ്ചേഴ്സ്. ഓക്കെ, നമ്മൾ ദൈവവചനത്തിലൂടെ ഇത് ആഴമായി നമ്മൾ ചിന്തിക്കാനായി പോവുകയാണ്. ഓക്കെ, so even though you may have feeling some difficulty to understand at the beginning time, you just continue to listen God's word. It will automatically start to digest in your spirit. The Spirit of God will open your eyes to see and understand your heart. He will give you an understanding heart, so you can understand the meaning and the understanding of what the word of God is mean about that matter. Okay, നിങ്ങൾ അല്പസമയം കൂടെ ദൈവവചനത്തിൽ നിങ്ങൾ ആഴമായി പ്രാർത്ഥനയോട് നിങ്ങൾ കേൾക്കുമെങ്കിൽ നിശ്ചയമായി ഈ ദൈവവചന സന്ദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഓക്കെ, so let's go to the scripture for that detailed understanding. Go to the scripture please in Ephesians chapter 1 verse 19 to 23. Ephesians chapter 1 verse 19 to 23. എഫെസ്യരുടെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യം ഇതിനാധാരമായി നമുക്ക് ദൈവവചനത്തിൽ നോക്കാം. So here the Bible is saying like this. So I will read it first of all in English, then I will read it in Malayalam. Okay, and what is the exceeding greatness of His power toward us who believe, according to the working of His mighty power, which He worked in Christ when He raised Him from the dead and seated Him at His right hand in the heavenly places, far above all principality and power and might and dominion and every name that is named, not only in this age but also in that which is to come. And He put all things under His feet and gave Him to be head over all things to the church, which is His body, the fullness of Him who fills all in all. അതിൻ്റെ മലയാളം ഞാനൊന്ന് വായിക്കാവേ. 19 മുതലുള്ള വാക്യം ഇങ്ങനെ പറയുന്നത്, വിശ്വസിക്കുന്ന അതിൻ്റെ തൊട്ട് മുകളിൽ നിന്ന്, അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പമിന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല
വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. So here you can see, first of all, it is talking about, here, Apostle Paul is praying a prayer for the Ephesian believers of the church members. He is praying for them. ഇത് നമ്മൾ പ്രാരംഭമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഓക്കെ, so you can also pray that the same. You can pray for yourself according to this scripture. ഈ വചനപ്രകാരം നിങ്ങൾക്കും പ്രാർത്ഥിക്കാവുന്നതാണ്. So in his prayer he praying to the Lord that Lord, help us to understand, help the body of Christ to understand the exceeding greatness of your power for those who believe. അല്ലെ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന കർത്താവിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് ഗ്രഹിക്കാൻ സഹായിക്കണമേ. Now understand this, for whom it is working, it is going to work this exceeding great power. ആർക്കു വേണ്ടിയാണ്, അല്ലെങ്കിൽ ആരുടെയാണ് ശക്തി എന്ന് പറയുന്നത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, അല്ലെ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന കൃപയാണ്. That means if you accepted Jesus Christ as your Lord and Savior, then on your behalf, for you or in you, God is working a deep work inside of you by His Spirit. നിങ്ങൾ യേശുവിനെ കർത്താവ് രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ദൈവം പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്യുന്നു? ഒരു ശക്തമായ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. As you closer to the Lord, as you get filled with the Holy Spirit, the Spirit of God will start working deeper in your life, and through your life God will He bring glory through your life. Hallelujah. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഒരു പ്രവൃത്തി ചെയ്യുകയും നിങ്ങളിലൂടെ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഇടയാക്കുകയും ചെയ്യും. Hallelujah. So right now what I want to share with you is, so for whom this exceeding great power, what is the meaning of the exceeding great power? ഈ അത്യന്ത ശക്തി എന്ന് ഉദ്ദേശിക്കുന്നതിനെ കുറിച്ചാണ്. That means the power of the Spirit of God. Okay? ദൈവാത്മാവിന്റെ ശക്തിയെ കുറിച്ചാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? The exceeding great power means the power of the Spirit of God. The Spirit of God in power. Hallelujah. Do you understand what I'm saying? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ നിങ്ങളിൽ വ്യാപരിക്കുന്നതിനെയാണ് ഈ അത്യന്ത ശക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. So you must understand that. Okay? So let me clear this also with you, my dear friends. See, when you accept Jesus Christ your Lord and Savior, that time you are experiencing the personal work of the Spirit of God in your spirit. Hallelujah. Do you understand? There is a fellowship develops with the Lord. യേശുവിനെ നിങ്ങൾ കർത്താവ് രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ദൈവ പൈതലായി മാറുകയും ദൈവത്തോട് ബന്ധമുള്ളവരായി മാറുകയും ചെയ്യും. അല്ലെ, പരിശുദ്ധാത്മാവ്, ദൈവപിതാവ്, യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ ഉള്ളത്തിൽ എന്ത് ചെയ്യുകയാണ്? വന്ന് വസിക്കുക. ദൈവത്തോടുള്ള ഒരു ബന്ധം എന്ത് ചെയ്യുകയാണ്? വളരുകയാണ്. Okay, that is called the presence of the Spirit of God. അതിനെ പറയുന്ന പേരെന്ന് പറയുന്നത് ദൈവാത്മാവിന്റെ സാന്നിധ്യമെന്നാണ്. You understand? But at the same time, when you obey God's word, when you get baptized in water and then you are seeking for the baptism in the Holy Spirit, then the Spirit of God fill you with like an overflowing cup. Overflowing vessel. അല്ലേ, നിങ്ങൾ യേശുവിനെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിനെ പിൻപറ്റുകയും ചെയ്തുകൊണ്ട് കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന വിശ്വാസ സ്നാനം,
അതെല്ലാം സ്വീകരിച്ച് വചനമനുസരിച്ച് വചനം വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മ സ്നാനത്തിനായി കാത്തിരിക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നിങ്ങൾ നിറയ്ക്കാനിടയാകും. Okay, through that, when after you get filled with the Holy Spirit, there comes the power of this work of the Spirit of God in power. ആ സമയം മുതലാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി ശക്തിയോടെ നിങ്ങളിൽ പ്രവർത്തിക്കപ്പെടുവാൻ ഇടയായി തീരുന്നത്. Okay, you understand what I'm saying? So what you should do is, these steps are very vital. So what you should do is seek the face of the Lord. Open your Bible and read it. And pray to the Lord and ask the Lord to fill you. Hallelujah. ദൈവം വചനത്തെ സ്നേഹിച്ച് വചനത്തെ വായിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവെ അതുപോലെ എൻ്റെ ജീവിതത്തിൽ തന്നാലുമെന്ന് പറഞ്ഞ്. And He will give you the filling of the Holy Spirit. യേശു കർത്താവ് നിശ്ചയമായി നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും. Okay? There you can start experiencing the power of the Spirit of God. Okay? Now understand, the work of the power of the Spirit of God, when you accept in your life, when you experience in your life at the first time, God is also God, the exceeding greatness of His power. The exceeding greatness of His power. So, ഈ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ നമ്മിൽ പ്രവർത്തിക്കുന്നതിനെയാണ് അത്യന്ത ശക്തി എന്നതുകൊണ്ട് ബൈബിളിൽ അർത്ഥമാക്കുന്നത് മനസ്സിലാക്കുക. സോ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെരി ക്ലിയർലി. Now, whose power it is? ആരുടെ ശക്തി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? His power. ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവാത്മാവിൻ്റെ ശക്തിയാണ്. ആ കാര്യം മറന്നു പോരുത്. So this is available for those who believe in the Lord Jesus Christ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ ദൈവപ്രവൃത്തി അവകാശമുള്ളതാണ് എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. Now here when you read in Ephesians chapter 1 verse 19 to 23, here the word of God declares that that power, the work of the Spirit of God worked once in Christ when God raised Him from the dead. അല്ലെ, ഈ അത്യന്ത ശക്തി ഒരിക്കൽ പ്രവർത്തിച്ച ഒരു രീതിയുണ്ട്, ഒരു പ്രവൃത്തിയുണ്ട്. അതാരില്ല പ്രവർത്തിച്ച? യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കേണ്ടതിന് ഉയർപ്പിന്റെ ശക്തിയായി വെളിപ്പെട്ട ദൈവാത്മാവിന്റെ ശക്തിയാണ്. യേശുക്രിസ്തുവിനെ മരിച്ചത് നമുക്കറിയാം. As we know that Jesus died on the cross. We know it very clearly that for the sake of the forgiveness of sins and to sanctify the people of the world, Jesus died on the cross. അല്ലേ, യേശു കർത്താവ് ക്രൂശിൽ മരിച്ചതിന് വേണ്ടി നമുക്കറിയാം. എന്തിനാ യേശു കർത്താവ് ക്രൂശിൽ മരിച്ച്? നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, നമ്മെ വിശുദ്ധീകരിപ്പാൻ, ദൈവകൃപയിൽ മടക്കിക്കൊണ്ടുവരേണ്ടതിനാണ് യേശു തന്റെ ജീവൻ എന്ത് ചെയ്തത്? മറുവിലയായി ക്രൂശിൽ നൽകിയതെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. But at the same time, then they placed him in a tomb. എന്നിട്ട് യേശു എന്ത് ചെയ്യപ്പെട്ടു? അടക്കപ്പെട്ടു. But on the third day he raised from the dead. എന്നാൽ മൂന്നാം ദിവസം യേശു എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. Now understand this fact, my dear friends. When Jesus raised from the dead, the Bible is portraying that scene in the word of God, the Gospels. അല്ലേ, യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ആ കാഴ്ചപ്പാട് ബൈബിളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. And there you see, on the morning of that third day, on the Sunday morning, the two angels of God came into the tomb and rolled the stone away. അല്ലേ, യേശു കർത്താവ് രണ്ട് ദൈവദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും യേശുവിൻ്റെ കല്ലറയുടെ മുൻപിൽ വച്ചിരുന്നതായ കല്ല് ഉരുട്ടി മാറ്റുകയും ചെയ്തു. Then Jesus resurrected from the dead and he rose from the dead, came out of the tomb. എന്നിട്ട് യേശു ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ എഴുന്നേറ്റ് എന്ത് ചെയ്തു? താൻ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നതാണ്. Hallelujah. And the Bible says that the power which raised Christ from the dead is the work of the Spirit of God. He brought that life into his body. The Spirit of God made the resurrection work
to his body. So the spirit, the work, the power, the work of the Spirit of God, the power work of the Spirit of God is also called resurrection power. അല്ലെ, യേശു കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്ത തൻ്റെ ശക്തിയേറിയ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനാൽ ദൈവാത്മാവിൻ്റെ ഒരു പ്രവൃത്തി ഇപ്രകാരവും പറഞ്ഞിരിക്കുന്നു. ദൈവാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഉയർപ്പിൻ്റെ ശക്തിയാണെന്ന് പറയുന്നു. ഉയർപ്പിൻ്റെ ശക്തിയാണ്. So understand this fact, my dear friends. Jesus rose from the dead, and then he ascended by the work of the Spirit of God, and he sat at the right hand of the Father by the work of the Spirit of God. And Jesus, subduing all the works of the enemy under his feet, is also the work of the Spirit of God. യേശുവിനെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുത്തിയതും വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് തൻ്റെ കാൽ കീഴിൽ താൻ ആക്കി വെച്ചതുമെല്ലാം ഈ ദൈവാത്മാവിൻ്റെ ശക്തിയേറിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. So now this word of God, in Ephesians chapter 1 verse 19 onwards, here the Bible is clearly says that same resurrection power now is available to the people of God. അതേ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വിശ്വസിക്കുന്ന തൻ്റെ മക്കളുടെ ജീവിതത്തിലും കർത്താവ് പകരുന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. So here it says, see, in verse 23 here it says, and he put all things under his feet, gave him to be head over all things to the church, which is his body, the fullness of him who fills all in all. And he raised from the dead and ascended to heaven, and now the same work of the Spirit of God with power God provided as available to the body of Christ, that is called the church. Hallelujah. അതേ ദൈവാത്മാവിൻ്റെ ശക്തിയെ, അതേ ദൈവാത്മാവിൻ്റെ ശക്തിയേറിയ പ്രവൃത്തിയെ, അതേ ഉയർപ്പിൻ്റെ ശക്തിയെ വിശ്വസിക്കുന്ന തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവസഭയിൽ, അല്ലെ, ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറയുന്നത് സഭയാണ്. ദൈവമക്കളുടെ കൂട്ടം എന്ന് പറയുന്നത് ദൈവസഭയാണ്. ആ ദൈവസഭയ്ക്ക് ദൈവം ആ അധികാരത്തെ ഉപയോഗിക്കാൻ ഫലമേൽപ്പിച്ചിരിക്കുന്നു. സോ the Church of Jesus Christ at present is powerful church. Hallelujah. Not like weak church, not with the fearing and wandering and running away. No. അല്ലെ, ദൈവാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനല്ലേ, കർത്താവിൻ്റെ സഭയെന്ന് പറയുന്നത് ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടുന്ന സഭയല്ല. അല്ലെ, പുതിയ നിയമത്തിൻ്റെ സഭയെന്ന് പറയുന്നത് എന്താണ്? ധൈര്യത്തോടെ മുന്നേറുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തോടെ മുന്നേറാൻ നിയോഗിക്കപ്പെട്ടവരാണ് ദൈവസഭ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. So let me share some of the facts from the scripture. Then we will try to, we will pray for today, but on tomorrow we will continue our talk. Let's go to the scripture. In the word of God, you can see in the scripture the work of the Spirit of God, especially the power work of the Spirit of God. You can see in the first century church how the Spirit of God worked through the church in the first century. So for just to know some of the scriptures, some of the facts, just go to the scripture please in Acts chapter 17 verse 6. അതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊന്ന് വേഗത്തിൽ ചിന്തിക്കേണ്ടതിന് അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം നോക്കി. Acts chapter 17 verse 6, the word of God says like this: but when they did not find them, they dragged Jason and some brethren to the rulers of the city, crying out, these who have turned the world upside down have come here too. Oh my God. 17:6 നോക്കി. അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കിലേക്ക് ഇഴച്ചുകൊണ്ട്
ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി എന്ന് പറഞ്ഞു. Hallelujah. So here, when you read your reading, this is the incident when this Paul and Silas is ministering in Sphonaria. There the people, getting some commotion, the wrong voice. The people complained about these two servants of God by saying these people are turning world upside down. അവർ പറയുന്ന വാക്കിങ്ങനെയാണ്, ലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും വന്നു. ബട്ട് വാട്ട് ഈസ് ദ മീനിങ്? കലഹിപ്പിച്ചവർ എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്കിന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ദേ ടേണിംഗ് വേൾഡ് അപ്സൈഡ് ഡൗൺ. ഇവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാണ്. Okay? So what I want to share with you is, think about the mind of the cities, mind of the people. Let me share this with you. When the preaching, the message of Jesus Christ preaches, the work of the Spirit of God start vibrating in the society. നിശ്ചയമായി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യവചനം ഒരിടത്ത് പ്രസംഗിക്കപ്പെടുമ്പോൾ അവിടെ ദൈവാത്മാവിൻ്റെ ചലനമുണ്ടാകും എന്നത് സ്വാഭാവികമാണ്. ഓക്കെ? ആൻഡ് ദെൻ there is lots of wrong teaching, wrong cults, wrong practices may be fixed and made as a stronghold in those areas. They may be gripping in that area so long. അവിടെ ഉറയ്ക്കപ്പെട്ട തെറ്റായ പഠിപ്പിക്കലുകളുണ്ടാകും. അല്ലെ, ഓരോ സിറ്റികളിൽ അവർ ചെയ്തു വരുന്ന, ശീലിച്ചു വന്ന ഒത്തിരി തെറ്റായ രീതികളുണ്ടാകാം. പണ്ട് ആ തെറ്റായ രീതി അത് ശരിയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹമായിരിക്കാം. So many cases the people are practicing certain things by the influence of someone or something, some teaching, some of the systems. Those things, maybe it is visually, when a person look to it, maybe they are finding that it is wrong. But because of the reason that it is already fixed in the society, they are thinking it is okay, it is no problem. But when the gospel of Jesus Christ enters to the society with powerfully, then there comes a vibration. And what God does is He turns all that system like an upside down, and God will bring a godly change, godly movement in the society. ആ സമയം ദൈവികമാകുന്ന ഒരു മാറ്റത്തെ, the system which is really right and true and godly, it is right, those systems enters to the society. ദൈവികമാകുന്ന നല്ല സ്വഭാവങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് സുവിശേഷം ചെയ്യുന്നത്. Okay? So what I want to share with you is, see, so the word of God is very clearly says. So here, when Paul and Silas was preaching in a city, they are saying they are turning world upside down. അവർ നോക്കിയിട്ട് പറയാണ്, ഇവർ ലോകത്തെ കീഴ്മേൽ മറിക്കുകയാണ്. Hallelujah. But they are turning the world upside down for good. അവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നു എന്ന് അവർക്ക് തോന്നുന്നത് നല്ലതിനു വേണ്ടിയാണ്. ഹല്ലേലൂയ. നല്ലതിനു വേണ്ടിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. Thank you Jesus. Thank you Jesus. So right now what I want to do, so understand how these things happen, how these things are possible, how this mighty move of God happening in the cities and nations worldwide because of the work of the Spirit of God in power. Hallelujah. There is a vibrating power movement of the Spirit of God is happening in our society. ദൈവാത്മാവിൻ്റെ ശക്തിയേറിയ ഒരു പ്രവൃത്തി ദൈവാത്മാവ് ദേശങ്ങളിൽ ചെയ്യുകയാണ് എന്ന് ഞാൻ ഈ സമയം നിങ്ങൾക്ക് ഉത്സാഹിപ്പിക്കുകയാണ്. ഓക്കെ, അത് ദൈവാത്മാവിൻ്റെ ശക്തിയേറിയ പ്രദർശനത്താലാണ്
അത് വെളിപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. When you read it in Acts chapter 5 verse 28, അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 28-ാം വാക്യത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു. This to the apostles, the people, in that times, the priestly people, they have said to them, did we not strictly commanded you not to teach in his name? ഈ നാമത്തിൽ അശേഷം സംസാരിക്കരുതെന്ന് ഞങ്ങൾ കൽപ്പിച്ചിരുന്നില്ലയോ? ആരുടെ നാമത്തിൽ? In whose name? In the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയരുതെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ എന്നാണ് ചോദിച്ചത്. And look, you have filled Jerusalem with your doctrine. നിങ്ങളോ നിങ്ങളുടെ ഉപദേശം കൊണ്ട് യെരുശലേമിനെ എന്ത് ചെയ്തു? നിറച്ചു. And intend to bring this man's blood on us. ഈ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുവാൻ നിങ്ങൾ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു. So understand this. See how these all works are happened. These movements are happened because of the power work of the Spirit of God. ദൈവാത്മാവിന്റെ ശക്തിയേറിയ പ്രദർശനത്താലായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. So my dear friends, what I want to share with you is, thank God when you believe His word and when you walk in the life of faith. There, at the times of God, He will start, He will do the work of the Spirit of God in your midst as according to His time, according to His will. That time, how you can experience it in your life, you must wait and seek for it and wait patiently for it. Then you will see the work and move of the Spirit of God. അല്ലെ, നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയേറിയ പ്രവൃത്തിയുണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവ് തനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യും. But at the same time, even when you activate an atmosphere of faith through the word of God, ദൈവവചനത്തിലൂടെ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളൊന്ന് പ്രകടിപ്പിക്കുമ്പോൾ, വിശ്വാസത്തെ റിലീസ് ചെയ്യുമ്പോൾ, അവിടെ ഈ ഉയർപ്പിന്റെ ശക്തി പ്രവർത്തിക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു. Thank God for His goodness. Thank God for His mercy. Hallelujah. Hallelujah. Thank you, Jesus. So some of the scriptures I just want to show you right now. The effects of the work of the Spirit of God, the power works of the Spirit of God. ഈ ഉയർപ്പിന്റെ ശക്തിയുടെ അല്ലെങ്കിൽ ദൈവാത്മാവിന്റെ ശക്തിയുടെ തൊടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. Let me share some of the things with you, okay? Where when the work of the power of the Spirit of God gets in manifestation, when the atmosphere charged with the powerful presence of the Spirit of God, there in the atmosphere to the lives of the people, they can experience some of the experiences according to the word of God. You can see that. First of all, you see in the word of God in the time of at the day of Pentecost. Pentecost നാളിലെ അനുഭവം നിങ്ങൾക്കറിയാം. When the people gathered together and sat in a place and patiently waiting for the filling of the Holy Spirit as Jesus promised. യേശു പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ കാത്തിരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ശിഷ്യന്മാരെയും അതുപോലെ ഏകദേശം 120ഓളം പേർ ഒരുമിച്ച് കൂടിയിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അല്ലേ? And in that day you see, when the Spirit of God filled the people, they experienced different feelings. They experienced some of the experiences in their life, അല്ലേ? അവർക്ക് ചില അനുഭവങ്ങളുണ്ടായി. First of all, they heard the sound. അവർക്ക് ശബ്ദം കേട്ടു. Then they saw the flames of fire. എന്നിട്ട് അവരെന്ത് കണ്ടു? പിളർന്ന തീനാവുകൾ പോലെ കത്തുന്ന ദൈവാത്മാവിന്റെ തേജസ്സിനെ അവർ കണ്ടു. And it touched every one of their top of their head. ഓരോരുത്തരുടെയും ശിരസിന്റെ മേൽ പതിയുന്നത് അവർ കണ്ടു. And they all filled with the Holy Spirit and began to speak in other tongues as the Spirit gave them utterance. എന്നിട്ട് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ
അവർ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. So in the first phase, when you read that scripture, you see in the word of God. Let's go to that scripture, please. Let's go. When you read the Acts chapter 2 verse 1 to down, you can see about that. But let's go to chapter 2 verse 12 and 13. എന്നാൽ ഈ സമയത്ത് 12-13 വാക്യങ്ങൾ ഒന്ന് നോക്കി. ഹല്ലേലൂയ. ഒന്നിന്റെ 12-13 വാക്യം. Chapter 2 verse 12 and 13. So they were all amazed and perplexed, saying to one another, whatever could this mean? Others mocking said, they are full of new wine. Hallelujah. So when you read it in verse 6 and 7, you see they spoke in that Gentile world's language. There was Greeks were present there, Arabs were there, but this Galilean people, when they filled with the Holy Spirit, they start prophesying or praising God in the people, those who came there, in their language. അല്ലേ? അവർ പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടപ്പോൾ അവർ ആദ്യം അവരുടെ ശബ്ദം പുറത്തേക്ക് വന്നപ്പോൾ അന്യഭാഷകൾ പ്രവചന ദൂത് പോലെ പുറത്തേക്ക് വന്നു. അല്ലേ? ആ പ്രവചനം എന്ന് പറയുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന വാക്കുകൾ വന്നു. അത് ആ ദേശത്ത് ആ സമയം കൂടി വന്നിരുന്ന ജനം കൂടി വന്ന സമയത്ത് അതിലുണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവിടെ അറേബ്യക്കാരുണ്ടായിരുന്നു, അതുപോലെ ഗ്രീക്കുകാരുണ്ടായിരുന്നു, അതുപോലുള്ള വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അവരുടെ ഭാഷയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ശബ്ദം ഇതേവർ ആദ്യം സംസാരിച്ചത്. Then when you read it in verse 12 and 13, അതിന്റെ 12-13 വാക്യം വായിക്കുമ്പോഴോ they start amazing and perplexed. അവർ അത്ഭുതപ്പെടാനായി തുടങ്ങി. And they said each other, they are full of new wine. എന്നിട്ട് അവർ അങ്ങോട്ട് കൊണ്ടുപോയി പറയുകയാണ്, ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുകയാണ്. Hallelujah. That means they are started to talk to God in other tongues. അതിന്റെ അർത്ഥം അവർ അന്യ ഭാഷകളിൽ ആ സമയം എന്ത് ചെയ്യുകയായിരുന്നു, ദൈവത്തോട് മതി പറഞ്ഞ് സന്തോഷിച്ച് ആരാധിക്കുകയായിരുന്നു. Hallelujah. Hallelujah. And they said they are full of new wine. That means they are totally merged in the presence of God. അവർ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ലയിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ആരംഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Hallelujah. Now look, my dear friends, the work of the Spirit of God in power is called the resurrection power. I said, ദൈവാത്മാവിന്റെ ശക്തിയേറിയ പ്രവൃത്തി എന്ന് പറയുന്നത് ഉയർപ്പിന്റെ ശക്തിയാണെന്ന് ഞാൻ പറഞ്ഞു. Hallelujah. Jesus said about it in Acts chapter 1 verse 7. യേശുവിനെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 1:7 എന്തോ പറഞ്ഞേ, when the Spirit of God comes upon you, you shall be witness to me in Jerusalem, in Judea and Samaria and uttermost part of the earth. Hallelujah. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടവും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് യേശു പറഞ്ഞു. Thank God for the work of the Spirit of God in power. ദൈവാത്മാവിൻ്റെ ശക്തിയേറിയ പ്രവൃത്തിക്കായി സ്തോത്രം. Thank God for the work of the power of the Spirit of God that enabling us to share about Jesus Christ to everywhere, the hope of the world, the expectation, the divine expectation. The people are seeking for real peace that only finds in the presence of Jesus Christ. ജനം എന്തുവാണ്, ഒരു വലിയൊരു സമാധാനത്തിനു വേണ്ടി, ഒരു വലിയൊരു വിടുതലിനു വേണ്ടി ഈ പ്രതീക്ഷയോടെ വ്യക്തികളുടെ ഹൃദയങ്ങളിൽ മുഴങ്ങി വരുന്ന ആ തീഷ്ണത, ആ താല്പര്യം, ആ കാത്തിരിപ്പ്, അത് യേശുവിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ജനങ്ങൾക്ക് അത് കണ്ടെത്താനായി കഴിയത്തുള്ളൂ. Hallelujah. So that means at any cost we need to bring this message of Jesus Christ
to the world, to everyone, in front of everyone. Hallelujah. അതിൻ്റെ അർത്ഥം സകല മനുഷ്യരുടെ മുൻപാകെ നമ്മൾ ഈ സന്ദേശത്തെ എത്തിക്കുക എന്നുള്ളതാണ്. Hallelujah. Thank God for that work of the Spirit of God. He enabling us to share about Jesus Christ to everywhere. കർത്താവായ യേശുവിനെ കുറിച്ച് സകലരോടും പറയാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കുന്നതിനായി സ്തോത്രം. Hallelujah. Now, let me share this with you. So I told you, when the people first they filled with the Holy Spirit, they spoke with other tongues, and then they enjoyed in the presence of God, and the people said they are full of new wine. അല്ലേ? അവിടെ പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്നതും അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. But look to the some of the effects of the power of the Spirit. When the power of the Spirit of God present, the people can experience certain things. Some people experience, some people maybe take time according to their, they need to get the sensation of the Spirit of God from here. So maybe for some people, some time it may take. But if you are thirsty for the things of God, you can experience His love in a awful way. Hallelujah. മനസ്സിലാകുന്നു. ചിലർക്ക് ദൈവസന്നിധിയിൽ ആഴമേറിയ ഒരു താല്പര്യത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴായിരിക്കാം ഈ അനുഭവം ഉണ്ടാകുന്നത്. പക്ഷെ ദൈവിക കാര്യങ്ങളിൽ നിങ്ങൾ താല്പര്യത്തോടെ തീഷ്ണതയോടെ മുന്നോട്ട് അന്വേഷിക്കുന്നവരാണെങ്കിൽ, കർത്താവിൻ്റെ വചനത്തെ പ്രാർത്ഥന ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, നിശ്ചയമായി കർത്താവിന് എന്ത് ചെയ്യാൻ കഴിയും? ദൈവാത്മാവിൻ്റെ സ്പർശനത്തെ നിങ്ങൾ അനുഭവിക്കാൻ ഇടയാക്കി തീർക്കും. Look to the word of God, dear friends, in Mark chapter 16 verse 8. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നോക്കി. Mark chapter 16. Hallelujah. Mark chapter 16. Hallelujah. Verse 8. മർക്കോസ് 16:8 നോക്കി. Hallelujah. Now I will read it first in English, okay? So they went out quickly and fled from the tomb, for they trembled and were amazed. They said nothing to anyone, for they were afraid. എന്തോ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് മലയാളത്തിൽ? അവർക്ക് വിറയിലും ഭ്രമവും പിടിച്ച് അവർ കല്ലറ വിട്ട് ഓടിപ്പോയി. അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല. So let me share this with you. When they saw Jesus' tomb is empty and the stone which was in front of the tomb was rolled away by angels, now the angels are talking with them and said, He is raised from the dead. Hallelujah. അവിടെ ദൈവദൂതന്മാർ ഇറങ്ങി യേശുവിന്റെ കല്ലറയുടെ ഫ്രണ്ടിൽ വെച്ചിരുന്ന കല്ല് ഉരുട്ടി മാറ്റി. അതിനുശേഷം ദൈവദൂതന്മാർ വന്നിട്ട് യേശു ഉയർത്തെഴുന്നേറ്റ് എന്ത് ചെയ്തു? പുറത്തേക്ക് വന്നു. അപ്പോൾ ദൈവദൂതന്മാർ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീകൾ, യേശുവിന്റെ കല്ലറയ്ക്കലെത്തിയ സ്ത്രീകൾ കാണുമ്പോൾ അവര് ഈ ദൂതന്മാരെ കണ്ടു. അപ്പോൾ ദൂതന്മാര് പറയുകയാണ്, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, വന്ന് നോക്ക്, സ്ഥലം നോക്ക്, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. But when they entered to the tomb and when they, being there, they felt the tremendous power of the Spirit of God in their being. അവർ കല്ലറയ്ക്കിലേക്ക് കടക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ അവർ ആ ഉയർപ്പിന്റെ ശക്തിയുടെ അനുഭവം അവർ അനുഭവിക്കാൻ തുടങ്ങി. Hallelujah. Now, what made them tremble and shake in their body? എന്താണ് അവർക്ക് വിറയലും ഭ്രമവും നൽകിയത്? അവർ വിറച്ചത് എങ്ങനെ? ഭ്രമം എന്ന് പറയുന്നത്, ഫിയർ മീൻസ് the awful respect to the Lord, the presence of the Lord. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ എന്തുവാണ്? അത്ഭുതകരമായ ഒരു വീക്ഷണമാണ് ഭയം. ദൈവത്തെ അനുഭവിക്കുമ്പോൾ, ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിക്കും, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ അവരെന്ത് ചെയ്തു പോവുകയാണ്? ഭയപ്പെട്ടു പോവുകയാണ്. But that is
because of the respect to the God Almighty. ദൈവത്തെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഭയമാണ്. With the love that fear came. That fear came through the love and respect to God Almighty. ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും ബഹുമാനവും കൊണ്ടുള്ള ഭയമാണ് നിങ്ങളവിടെ കാണുന്നത്. It is not like some people are seeing some barking dog or some poisonous snake. The fear of this is not like that. Okay, ഒരു കൊരച്ചു കൊണ്ടുവരുന്ന പട്ടിയെ കണ്ടുള്ള പേടിയല്ല, അല്ലാതെ കൊത്താൻ വരുന്ന ഒരു പാമ്പിനെ കണ്ടുള്ള പേടിയോ അല്ല. സ്നേഹവും ബഹുമാനത്തിൽ നിന്നും വരുന്നതായ ഒരു ഭയത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. But at the same time here the word of God, they shook, their bodies start shaking. അവരുടെ ശരീരം വിറച്ചു പോയെന്നാണ് പറയുന്നത്. How it happened? Because in that moment, some minutes before, ചില മിനിറ്റുകൾക്ക് മുമ്പ്, when Jesus raised from the dead, there was made a tremendous work of the Spirit of God in that tomb. What was the tremendous work? The power of the Spirit of God raised Jesus from the dead. യേശുവിനെ മരിച്ചവരുടെ എന്ത് ചെയ്തു? ഉയർപ്പിപ്പാൻ തക്കവണ്ണം ദൈവാത്മാവിന്റെ അത്യന്ത ശക്തി ആ കല്ലറയിൽ വ്യാപരിച്ചു. കല്ലറയിൽ യേശുവിന്റെ ശരീരത്തിൽ വ്യാപരിച്ചു. So that power of the Spirit of God was still continuing in that area at that time. ആ ദൈവാത്മാവിന്റെ ശക്തി അന്തരീക്ഷത്തിൽ അപ്പോഴും എന്ത് ചെയ്തു? വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. That was the reason they start experiencing the shaking power of the Spirit of God. അതാണ് ദൈവാത്മാവിന്റെ ശക്തിയുടെ ആ സ്പർശനം, ആ ഷേക്കിംഗ് വരുവാൻ, അവരെ പിടിച്ചു കുലുക്കുന്നത് പോലെ ഫീൽ ചെയ്യാൻ ഇടയായി തീർന്നത്. Hallelujah. But it was not to bring harm, but it was to bring an understanding of how powerful His presence is. The power of the presence of God is, how powerful He is. It was for that to make to know the people His presence is still available with power. Hallelujah. Hallelujah. So about it, when you read in scripture, in Matthew also it is recorded in another way. Matthew chapter 28 verse 4, the Bible says, and the guards shook for fear of Him and became like dead men. But they didn't dead, but they became like dead men. They couldn't talk anything. So some people used to say they are not saved, isn't it? So that's why maybe they are feeling like that. No, it is the beginning time of experience time. When you grow in the touch of God, when you grow day by day in the things of God, when you experience first time the touch of the Spirit of God with power, you can't stand sometimes. ദൈവാത്മാവിന്റെ സാന്നിധ്യം ശക്തിയോടെ നിങ്ങളുടെ മേൽ തൊടുമ്പോൾ പ്രാരംഭത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ പിടിച്ചിരിക്കാൻ കഴിയണമെന്നില്ല. But when you experience continuously, then there may be possibility to stand. So in this case, the soldiers, they are not knowing about Jesus Christ in a depthful way, but still they are also in expectation. They don't know. They wanted to know Him, but they don't know. Right? ഇവിടെ ഈ യേശുവിൻ്റെ കല്ലറയ്ക്കൽ കാവൽ നിൽക്കുന്ന ഈ പടയാളികൾക്ക് യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷെ എങ്കിലും അവർ പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. എന്താ സംഭവിക്കുന്നത് അറിയത്തില്ലല്ലോ. But there the work of the Spirit of God came, and the Spirit of God, the power of the Spirit of God raised Jesus Christ from the dead, and Jesus came out of the tomb, and they started shook by the power of God, by the power of the Spirit of God. അവർ ദൈവാത്മാവിന്റെ ശക്തിയാൽ എന്ത് ചെയ്തു? അവർ വിറച്ചുപോയി. Hallelujah. Hallelujah. Thank God. Thank God. Even in the book of Revelation chapter 1 verse 17. Look to that scripture please. വെളിപ്പാട് പുസ്തകം 1:17 നോക്കി. And when I saw Him, ഞാൻ അവനെ കണ്ടപ്പോൾ, I fell at His feet as dead.
ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. In that awesome presence, even Apostle John, he fall down under the power of God. ദൈവാത്മാവിന്റെ ശക്തിയിൽ താൻ എന്ത് ചെയ്തു? യേശുവിന്റെ കാൽക്കൽ വീണു എന്ന് എഴുതിയിരിക്കുകയാണ്. But he laid his right hand on me, saying to me, do not be afraid, I am the first and I am the last. യേശു പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you Jesus. Thank you Jesus. Thank you Jesus. The work of the Spirit of God is powerful to bring healing to the lives. It brings awesome touch of God. It brings, if a person is saved, it brings the filling of the Spirit of God. For those who are sick and wounded, and for those who need a touch of God, a transformation in their body, in their life, the power of the Spirit of God is still available. ജനത്തെ വിടുവിപ്പാൻ, and if a person need to be set free from the bondage of sin and bondage of Satan, the power of the Spirit of God is still available. Hallelujah. ജനത്തെ വിടുവിപ്പാൻ, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പാൻ, രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ, ബന്ധനങ്ങളെ ഉടച്ചു കളയുവാൻ, ജീവിതത്തിൽ മുന്നേറാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ മുന്നേറാനുള്ള വാതിലുകളെ തുറക്കുവാൻ ഈ ദൈവാത്മാവിന്റെ ശക്തിയേറിയ പ്രവൃത്തി ഇന്നും പ്രവർത്തിക്കുന്നു. അതിനായി സ്തോത്രം. When Jesus on this earth in Mark chapter 5 verse 32 and 33, the Bible says, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 32-33 വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു, about a woman who came to Jesus with the expectation of receiving a healing to her body. She was suffered with issue of blood sickness for a long years. She came behind him and touched the hem of his garment, and suddenly the power of the Spirit of God touched that woman and she got healed instantaneously. അവിടെ നമ്മൾ കാണുന്നത് ആ സ്ത്രീ വളരെ പ്രതീക്ഷയോടെ, അല്ലേ, 12 വർഷക്കാലം രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീ വളരെ പ്രതീക്ഷയോടെ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട ഉടനെ യേശു ക്രിസ്തുവിൻ്റെ മേൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ത് ചെയ്തു? ആ സ്ത്രീയെ തൊട്ടു. ആ സ്ത്രീ എന്ത് ചെയ്തു? നിമിഷ നേരം കൊണ്ട് സൗഖ്യമായി. Think about the work of the Spirit of God. So even today, my dear friends, the work of the Spirit of God is available. Understand this fact, He is working in our midst. At the same time, when you develop a faith in your heart, now ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി തനിക്ക് ഇഷ്ടമുള്ളതുപോലെ താൻ പ്രവർത്തിക്കുന്നു ഞാൻ പറഞ്ഞു. അതേസമയം കർത്താവിൻ്റെ വചനത്തിലൂടെ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ വളർത്തിയെടുത്താൽ, ആ വിശ്വാസത്തിലൂടെ നിങ്ങൾ ദൈവത്തെ പ്രാർത്ഥിപ്പാനും ആരാധിക്കാനും ദൈവത്തിൻ്റെ വചനത്തെ വിശ്വാസത്തെ ഏറ്റുപറയാനും ഒക്കെ ശീലിച്ചാൽ, മനസ്സിലാകുന്നത്, നിങ്ങളുടെ ഉള്ളത്തിൽ വിശ്വാസത്തിൽ നിറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ വായിൽ വന്നാൽ നിശ്ചയമായി നിങ്ങൾ പ്രാപിച്ച പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ജീവനായി അന്തരീക്ഷത്തിൽ പ്രവഹിപ്പാനായി തുടങ്ങും. So just a start, and as we were started today, but thank God we will continue tomorrow as God gives opportunity. നമ്മൾ ജസ്റ്റ് ഒന്ന് ആരംഭിച്ചതേ ഉള്ളൂ. Okay, some of the certain depths of the scripture, this understanding is little more depthfully, it is in front of us. So patiently come and watch our this coming sections also, this continuing this sermon also. Okay, ഈ സന്ദേശത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? തുടർച്ചയായിട്ട് എന്ത് ചെയ്യുക? കേൾക്കുക. So God will mold your life in faith and the work of the Spirit of God, He will strengthen you. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ദൈവാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. So we are praying for you. Let us pray together. Shall we pray together right now? ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Dear Heavenly Father, we thank you and we praise you for this beautiful time you have given to us, O Lord. Right now, dear Jesus, you know our hearts.
Right now, send your word and heal the people, I pray. യേശുവേ, അങ്ങയുടെ വചനമയച്ച് അങ്ങയുടെ മക്കളെ സൗഖ്യമാക്കിയാലും. If anybody is needed deliverance, if anybody need to grow in the things of God, Father God, I pray in the name of Jesus Christ, let every one of them learn to be closer to you, Lord. എല്ലാവരും അങ്ങയുടെ സ്നേഹത്തോട് അടുത്തു വരുവാനും പറ്റിച്ചേരാനും പറ്റി നിൽക്കാനും അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. Right now, in the name of Jesus Christ, whatever prayer request they have in their heart at present right now, ഈ നിമിഷം അവർക്ക് എന്തൊക്കെ പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിലും ആ വിഷയങ്ങളിൽ സ്വർഗത്തിലെ ദൈവം മറുപടി നൽകണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. ലോർഡ് ജീസസ്, I thank you for your mercy. അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി. Right now, dear Jesus, let every one of your people know you, O Lord. അങ്ങേ എല്ലാവരും അറിയാൻ കൃപ ചെയ്യണമേ. Let every one of the people know your love, Jesus. എല്ലാവരും അങ്ങയുടെ സ്നേഹത്തെ അറിയാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Right now, in the name of Jesus, let your mercy, grace and kindness abundantly pour to the lives of the people, I pray. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങയുടെ കൃപയും കരുണയും ധാരാളമായി അങ്ങ് പകരണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. I thank you for this beautiful moment. ഈ നല്ല നിമിഷങ്ങൾക്കായി നന്ദി. I ask this prayer in Jesus Christ's mighty name. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. 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 Thank you so much for watching. God bless you all. See you next time. God bless you. Don't forget to subscribe our YouTube channel, okay? God bless you.